വയനാട് ടൂർ കഴിഞ്ഞ് വരുന്ന വഴിയാണ്. ശനിയാഴ്ചയാണ് പോയത്. ഞായറാഴ്ച തിരിച്ച് വരുന്ന വഴിക്ക് ചുരം ഇറങ്ങുന്ന സമയത്ത് വേറൊരു വണ്ടിയായിട്ടൊരു ചെറിയൊരു സൈഡ് പറഞ്ഞ എന്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വണ്ടിക്കാരുമായിട്ടൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ അവർ ഞങ്ങളെ പിറകെ വന്ന് ഒരാൾ വണ്ടിയിലേക്ക് അതിക്രമിച്ച് കയറുകയും ചെയ്ത് എൻ്റെ ഫോണ് കൊണ്ടുപോവുകയും ചെയ്ത്. ഇതുവരെ കിട്ടിയില്ല. ഫോണും കൊണ്ട് എവിടെയാണുള്ളതെന്നൊന്നും അറിയില്ല. പിന്നെ ഞങ്ങൾ കൂടുതലും മോൻ്റെ കാല് വലിക്കുകയും മോനെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അല്ലാണ്ടെന്ന് പറയുക മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള ഉപദ്രവം ഉണ്ടായിട്ടുണ്ട്. ബസ്സിന്റെ പുറത്തുനിന്ന് ഈ അസഭ്യങ്ങൾ വിളിച്ചു പറയുന്ന സംഭവം ഉണ്ടായിരുന്നു. ബസ്സിന്റെ പുറത്തുനിന്നാണെങ്കിൽ അസഭ്യങ്ങൾ വിളിച്ചു പറയുകയും ഞങ്ങളെ കൂടുതൽ രണ്ടുപേരെ മുണ്ടൂരി കൈമ പിടിച്ചിട്ട്, അതും വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട്, വീഡിയോ ഉണ്ട്. അപ്പോൾ രണ്ടുപേരെ മുണ്ടൂരി കൈമ പിടിച്ചിങ്ങാഞ്ഞ് പുറത്തുള്ള നിൽക്കുന്നതും, പിന്നെ അതിന് പുറത്തുള്ള ആൾക്കാരാണ് മോൻ്റെ കാല് പുറത്തേക്ക് വലിച്ചതും. പോലീസിൽ പരാതി കൊടുത്തു. പോലീസിൽ പരാതി കൊടുത്തു. താമരശ്ശേരി ചുരംവളവിൽ വെച്ച് വിനോദയാത്രാ സംഘത്തിന് നേരെ ആക്രമണം. ടൂറിസ്റ്റ് ബസ് തടഞ്ഞു നിർത്തിയായിരുന്നു ആക്രമണം. സംഭവത്തിൽ 4 പേർ പിടിയിലായി. കൈതപ്പൊയിൽ സ്വദേശികളായ അജ്മൽ, ഷാജഹാൻ, ആഷിഖ് അബ്ദുറസാഖ് എന്നിവരാണ് പിടിയിലായത്. ഇന്നലെ രാത്രിയാണ് 42 പേരടങ്ങിയ യാത്രാസംഘത്തെ പ്രതികൾ ആക്രമിച്ചത്. ബസ്സിൽ കയറി ഫോൺ പിടിച്ചുവാങ്ങിയെന്നും അസഭ്യം പറഞ്ഞുവെന്നും മർദ്ദിച്ചെന്നും ബസ്സിലെ യാത്രക്കാർ പറഞ്ഞു. ഞങ്ങൾ ശനിയാഴ്ച രാവിലെ ടൂറ് പോയതാണ്. ടൂറ് പോയി ഇന്നലെ രാത്രി തിരിച്ചു വരിക. ഇന്നിപ്പോൾ 2 മണിയായി. ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ ചുരത്തിൻ്റെ മുകളിൽ നിന്ന് ബസ്സും വേറൊരു വണ്ടിയായിട്ടുള്ള ഒരു വിഷയത്തിൻ്റെ മുകളിൽ എവിടുന്നോ വന്ന് ബ്ലോക്കിൽ കുടുങ്ങിയ ഏതോ വണ്ടിക്കാരൻ വന്നിട്ടാണ് നമ്മളെ അടിവാരത്തിൻ്റെ അടുത്ത് ആ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല, കണ്ടാൽ അറിയും. അടിവാരം കഴിഞ്ഞ് 26 എന്നിട്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ ഒരു സ്ഥലത്തിന്റെ പേരാണ്. അവിടെ നിന്നാണ് ഇവര് ഒരു കൂട്ടം ആൾക്കാർ, ചെറുപ്പക്കാർ ഞങ്ങളെ ബസ് തടഞ്ഞിട്ടും ഡ്രൈവറെ അല്ല പോലെ ആക്രമിക്കാൻ നോക്കുന്നത്, യാത്രക്കാരെ ആക്രമിക്കാൻ നോക്കുന്നത്. സ്ത്രീകളടങ്ങുന്ന യാത്രക്കാരെയാണ് ആക്രമിക്കാൻ ശ്രമിച്ചതെന്ന് പറഞ്ഞാൽ നമ്മളെ ഉടുവസ്ത്രം അടക്കം ഊരിക്കൊണ്ടുപോയി, മുണ്ട്, അതുപോലെ തന്നെ വനിതകളെടുത്തുനിന്ന് മൊബൈൽ ഫോൺ അടക്കം പിടിച്ചു പറിച്ചു കൊണ്ടുപോയിക്കുന്നു. എന്നിട്ടും ഇവള് ഒരാളും വണ്ടിയിലതൊന്ന് ഇറങ്ങോ ഒരായിട്ട് കരുതി സംസാരിക്കുകയോ ചെയ്തില്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം അവിടെ ഇറങ്ങുകയാണെങ്കിൽ ആ സ്ഥലത്തൊരു യുദ്ധക്കളായി മാറും. എന്നുവെച്ചാൽ അത്രയും ഒരു പ്രത്യേക സാഹചര്യം. അതിന്റെ വീഡിയോകളും എല്ലാം ഉണ്ട്. പക്ഷെ ഈറ്റ ക്രിമിനൽ ആയ മൈൻഡുള്ള ടീമിനൊന്നും ശരിക്ക് നമ്മൾ പറയുക പുറത്തിറങ്ങി നടക്കാൻ സമ്മതിക്കരുത്. എന്നുവെച്ചാൽ ഒരു 14 വയസ്സുള്ള ഒരു ചെക്കനെയാണ് ആക്രമിച്ചത്. കാല് പിടിച്ച് വലിച്ചിട്ട് വളയെടുത്ത് കുത്തിയതാണ്. കംപ്ലീറ്റ് വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു പെൺകുട്ടീനെ അതേമാതിരി പെൺകുട്ടീന്റെ കൈമ ഫോൺ എടുത്ത് താക്കുന്നത്. അന്നേരം എന്താ വെച്ചാല് ഇവര് അത് കഴിഞ്ഞ് ഞങ്ങള് അതിനകത്ത് മുണ്ടുപോയ ആൾക്കാരടക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒന്നും നിർത്താൻ പേടിച്ചിട്ടില്ല. എന്നുവെച്ചാൽ എന്തെങ്കിലും സംഭവിക്കുന്നുള്ള പേടിയെ കൊണ്ട് തന്നെയാണ് ഇവിടെ വന്നപ്പോഴാണ്, സ്റ്റേഷന്റെ മുമ്പിൽ എത്തിയപ്പോഴാണ് ഓരോരുത്തരും മുണ്ട് കൊടുക്കുന്നത്. ഇതുപോലെ സ്റ്റേഷനിൽ വന്നപ്പോ നേരെ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ കാണിക്കാൻ നേരത്താണ് ഈ സംഭവം നടന്ന ആൾക്കാർ അടക്കുന്നത്. അത്രയും ഫാമിലി 42-43 ആൾക്കാരെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ബസ്സിൽ ഇപ്പോഴും കുത്തിരിക്കുക. പിന്നെ എന്തെങ്കിലും ഒരു തക്കതായ വിവരം ഞങ്ങൾക്ക് കിട്ടിയതിനു ശേഷം ഞങ്ങൾ പോകുള്ളൂ.